അത് കഴിഞ്ഞ ശേഷം ആ പ്രകാശത്തിൽ നിന്ന് പതിയെ പതിയെ വരുന്നു. ഇത് ഈ ഉപ്പിൽ നിറഞ്ഞ് ഇത് ഈ കയ്യിലിരിക്കുന്ന സാധനം ആ ഉപ്പിൻ്റെ ഉള്ളിൽ എത്ര കഷ്ണങ്ങളുണ്ടോ കണങ്ങളുണ്ടോ അത് ഓരോന്നും ഓരോ ചെറിയ ചെറിയ പീസസ് ഉണ്ടായിരിക്കുമല്ലോ, എത്ര കഷ്ണങ്ങളുണ്ടോ അത്രയും നിങ്ങൾക്ക് വേണ്ട സമ്പത്തായിട്ട് നിറയുന്നതായി സങ്കല്പിക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ആ രീതിയിൽ സങ്കല്പിക്കാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ള ധനം അത് നിങ്ങളുടെ കയ്യിലായിട്ട് വന്നു ചേർന്നു. ഈ ഉപ്പിൻ്റെ ബൗളിരിക്കുന്നതിന് പകരം അത് എത്രയാണോ ആവശ്യമുള്ള ധനം അതാണ് കയ്യിലിരിക്കുന്നത്. ആ ഉപ്പ് ധനമായി മാറിക്കൊണ്ട് കയ്യിൽ അതിൻ്റെ വെയിറ്റ് ഫീൽ ചെയ്യാം. അപ്പോൾ ഈ ഉപ്പിൻ്റെ ബൗൾ നമ്മുടെ കയ്യിലുണ്ടാകും, അതിന് വെയിറ്റ് ഉണ്ടായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന ധനമായിട്ട് അത് മാറുന്നതായി സങ്കല്പിക്കുക. ഊർജ്ജം നിറഞ്ഞതായി സങ്കല്പിച്ചുകൊണ്ട് അത്രയും ഹാപ്പിയസ്റ്റ് ആയിട്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു വിഷ്വലൈസേഷൻ ടെക്നിക്ക് ഉണ്ട്. ഇത് നിങ്ങൾ പിടിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ വീഡിയോന് രാത്രിയിൽ ലാസ്റ്റ് പ്ലേ ചെയ്യുന്ന സമയം ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടതായിരിക്കുന്ന മെത്തേഡ് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു കമൻട്രി പോലെ പറഞ്ഞു തരാം. ആ സമയത്ത് നിങ്ങൾ ആ രീതിയിൽ വിഷ്വൽ ചെയ്യുക. ഇനി ഞാൻ പറയുന്നതല്ല നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾക്ക് നല്ല ഹെൽത്താണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് തകർന്നു പോയി അതിനെ നന്നാക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ സമയത്ത് ഈ കമൻട്രി നിങ്ങൾ യൂസ് ചെയ്യേണ്ട. പകരം എന്ത് ചെയ്യണം, ആ ഒരു കാര്യത്തിന് ഇതിന് പകരം വെക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങളിൽ ആ ഒരു കാര്യം മനസ്സിൽ വിഷ്വൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ സങ്കല്പിക്കുക, ഞാൻ മനസ്സിൽ കാണുകയാണ് നിങ്ങൾ ഓരോരുത്തരും കുളിച്ച് ശുദ്ധമായി ഈശ്വരന് കത്തെഴുതി കഴിഞ്ഞു, മനസ്സിൻ്റെ ഭാരമെല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞു. ഇപ്പം ഞാനും എൻ്റെ ഈശ്വരനും മാത്രമായി, ഞാനും എൻ്റെ ഭഗവാനും മാത്രം പൂർണ്ണമായി ശുദ്ധമായിരിക്കുന്ന ശാന്തമായ അന്തരീക്ഷത്തിൽ ഈ ക്ലീൻ ആയിരിക്കുന്ന ചില്ലിൻ്റെ ബൗളിലെ ഉപ്പ് ഞാൻ എൻ്റെ കയ്യിലെടുത്തിരിക്കുകയാണ്, ചമ്രം പടിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ വിഷ്വൽ ചെയ്യുകയാണ്, പരമാത്മാ എൻ്റെ സമീപത്ത് വന്നിരിക്കുകയാണ്. തലയ്ക്ക് മേലെ അതിസൂക്ഷ്മമായിരിക്കുന്നൊരു പ്രകാശ നക്ഷത്രമായിക്കൊണ്ട് ഈശ്വരൻ പ്രകാശിക്കുകയാണ്. ആ ഊർജം എൻ്റെ ഉള്ളിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആത്മാവായ എന്നിൽ നിറഞ്ഞ് ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ച് കൈകളിലൂടെ എൻ്റെ കയ്യിലിരിക്കുന്ന ഉപ്പിൽ നിറഞ്ഞ് പതിയെ പതിയെ ആ ഉപ്പിൻ്റെ ഓരോ കഷ്ണങ്ങളും പ്രകാശമായി മാറി. ആ പ്രകാശം പൂർണ്ണമായി ധനമായി പരിവർത്തനാവുകയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ കെട്ടുകണക്കിനതായിട്ടുള്ള ആവശ്യമുള്ളതായിട്ടുള്ള ധനം, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പൂർത്തീകരിച്ച ശേഷം പോലും എനിക്ക് വീണ്ടും എൻ്റെ അലമാരിയിൽ വയ്ക്കാൻ, എൻ്റെ ബാങ്കിലിടാൻ ആ രീതിയുള്ളതായിട്ട് നിറഞ്ഞതായിട്ടുള്ള സമ്പത്തായി മാറുകയാണ്. സന്തോഷത്തോടെ ഈ ധനത്തെ അലമാരിയിൽ ലോക്കറിൽ വെച്ച ശേഷം ഞാൻ എൻ്റെ ബെഡിലേക്ക് തിരിച്ചെത്തുകയാണ്. വീണ്ടും ഞാൻ എൻ്റെ ബെഡിൽ കയ്യിലിരിക്കുകയാണ്. വീണ്ടും എൻ്റെ കയ്യിൽ ഉപ്പിൻ്റെ ബൗളുണ്ട്. ഞാൻ പതിയെ ഈ ഉപ്പിൻ്റെ ബൗളും കൊണ്ട് പതുക്കെ റൂമിൽ നിന്ന് പുറത്ത് കിടക്കുകയാണ്.